തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൊറിയർ വന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെനിക്ക് ഇവിടെ വന്നു, സൈൻ ചെയ്തു, ഞാൻ സാധനം വാങ്ങിച്ചു കേട്ടോ. സാധാരണ നമുക്ക് റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് കൊറിയർ കവേഴ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. നമ്മൾ ഒട്ടുമിക്ക എല്ലാ കടകളിലും കൊറിയർ കവേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ കവർ എന്താണെന്ന് വെച്ചാൽ ഇത് വെറും 5 രൂപയുടെ കവറാണ് കേട്ടോ. 5 രൂപയുടെ 100 പീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ ബൾക്കായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, ഹോൾസെയിൽ പ്രൈസിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്തത്, ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്പറും എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് കൊറിയർ കവർ മാത്രമൊന്നും അല്ല ഉള്ളത് കേട്ടോ. കൊറിയർ കവർ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കൊറിയർ കവേഴ്സ് ഉണ്ട്. അതേപോലെ എല്ലാ സൈസിലും, എത്ര ബിഗ് സൈസിലും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടി പോലെ ഈ ഹെയർ ആക്സസറീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, ഓൺലൈനായിട്ട് കൊടുക്കുന്ന ആളുകൾക്ക് ബോക്സുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പം ഹോൾസെയിലായിട്ട് വാങ്ങിക്കണം എന്നേ ഉള്ളൂ. അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കെട്ടായിട്ട്, അതല്ലെങ്കിൽ ഒരു 100 പീസൊക്കെ ആയിട്ട് ബണ്ടിലാക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും ഇവരിങ്ങനെ പറയും, നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലേക്ക് ഈ നമ്പർ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ, ഇത് പറഞ്ഞു കൊടുക്കണേ, പരിചയപ്പെടുത്തി കൊടുക്കണേ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നാൽ ഒരുപാട് പേർക്ക് അത് ചിലപ്പോൾ യൂസ്ഫുള്ളായി എന്ന് വന്നേക്കാം. പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഒത്തിരി യൂസ്ഫുള്ളാകും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു പ്രൊമോഷനൊന്നും ആയിട്ടല്ല, ജസ്റ്റ് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാനതൊരു വീഡിയോ ചെയ്യാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം സാധനം കൊറിയർ വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പം ഞാൻ വാങ്ങിച്ച സൈസ് എന്ന് പറഞ്ഞാൽ 12 to 14 സൈസ് ഉള്ളത് 5 രൂപയാണ് കേട്ടോ. ഒരു പാക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ്, വെറും 5 രൂപയാണ് ഒരു പാക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 5 രൂപയിൽ നമ്മൾ 100 പീസ് എടുക്കണം, 100 എണ്ണം നമ്മൾ എടുക്കണം, അതായത് ഒരു കെട്ടായിട്ട് എടുക്കണം. അതെല്ലാ സൈസിലും, ഏത് സൈസിലാണെങ്കിലും മിക്സ്ഡ് ആയിട്ടൊന്നും അവർ 100 എണ്ണം അങ്ങനെ തരില്ല. നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈസ് തന്നെ 100 പീസ് അങ്ങനെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് 1 രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പാക്കിന് 1 രൂപ വരെയുള്ള പാക്കും, അതുപോലെ 5 രൂപ. ഇപ്പം ഞാൻ വാങ്ങിച്ചത് അത്യാവശ്യം വലിയ പാക്കാണ് കേട്ടോ. നമുക്ക് ജിൽബാബൊക്കെ ചെയ്യേണ്ട സമയത്ത് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം ബിഗ് സൈസാണ്. നമുക്ക് ചെറിയ കവേഴ്സും എത്ര വലിയ കവേഴ്സും അവരുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പം 1 രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് തുടങ്ങുന്നുണ്ട്. 1 രൂപ മുതൽ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഏകദേശം ഒരു വലിയ കവർ തന്നെയാണ്, പക്ഷെ ഇതിനെക്കാട്ടും വലിയ കവർ 8 രൂപ വരെ ഉള്ളതൊക്കെ അവരുടെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ കവേഴ്സ് മാത്രമല്ല, വേറെയും ഒരുപാട് ബോക്സസ് ആണെങ്കിലും, പിന്നെ പെട്ടി റാപ്പ് ചെയ്യുന്നത്, എല്ലാ സംഭവങ്ങളും, ഓൾമോസ്റ്റ് പശകൾ, എല്ലാ സംഭവങ്ങളും അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവരുടെ ഡീറ്റെയിൽസും അതുപോലെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റാവുന്ന നല്ലൊരു മെർച്ചൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ആളുകളൊക്കെ പർച്ചേസ് ചെയ്യുക. അത്യാവശ്യം ഓർഡർ കിട്ടുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന കൂട്ടുകാരികളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. Living life, every day, late at night, not okay. All I want, and I pray
All I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive in that bed. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.